സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. സംസ്ഥാനത്തെ പോലീസ് മർദ്ദന കേസുകളിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദന മുറകളെ ആക്ഷേപിച്ചിരുന്ന LDF സർക്കാർ പോലീസ് സ്റ്റേഷൻ മർദ്ദന കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം 17 പേർ പോലീസ് മർദ്ദനത്തിൽ മരിച്ചിട്ടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ കണക്ക്. പോലീസ് മർദ്ദനം വാർത്തകളിൽ ഇടം പിടിച്ചതോടെ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. സംഭവത്തിൽ പ്രാദേശിക തലത്തിൽ വൻ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നീക്കം. കൂടാതെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്കും കോൺഗ്രസ് ധർണ സംഘടിപ്പിക്കും. പതിവ് പ്രതിഷേധത്തിൽ നിന്ന് മാറി വേറിട്ട പ്രതിഷേധ രീതി അവലംബിക്കാനാണ് അണികൾക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം മുതിർന്ന നേതാക്കളും സമരത്തിനായി തെരുവിലിറങ്ങും. ഈ മാസം 15-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിലും UDF പ്രതിഷേധ വലയം തീർക്കും. പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ പല സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുകയാണ്. ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ബുധനാഴ്ച സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും കോൺഗ്രസ് ധർണ സംഘടിപ്പിക്കും. ഓരോ സ്റ്റേഷനിലെയും പോലീസുകാർക്കെതിരായ പരാതി ശേഖരിക്കാനും കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് നേരെയുള്ള ആരോപണത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായപ്പോഴാണ് പോലീസ് മർദ്ദനത്തിൽ ഇടതുപക്ഷ സർക്കാർ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കിയാൽ ഈ സംഭവത്തോടെ കോൺഗ്രസിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത്. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.